ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഗ്രാസിയ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബെൽറ്റ് പൊട്ടിപ്പോയിട്ട് അത് മാറ്റാൻ വേണ്ടി കയറ്റിയാണ് കേട്ടോ. നിലവിൽ ബെൽറ്റ് പൊട്ടി ഈ ഒരു അവസ്ഥയിലേക്കായിരുന്നു, മൊത്തത്തിൽ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അഴിച്ച് ഫുള്ളായിട്ട് ക്ലച്ച് ഗ്രീസിങ് അടക്കം ചെയ്ത് കയറ്റണം കേട്ടോ. നിലവിൽ അതിൻ്റെ വേരിയേറ്റർ ബോഡി ഒക്കെ ഈ ഭാഗം ചെറിയ സ്ക്രാച്ചസ് ആയി വന്നിട്ടുണ്ട്. മാറ്റേണ്ട സിറ്റുവേഷനൊന്നുമില്ല, ജസ്റ്റ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. പിന്നെ അതിൻ്റെ ക്ലച്ച് യൂണിറ്റ് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തുരുമ്പുണ്ടായിരുന്നു, ഗ്രീസ് ഒട്ടും ഉണ്ടായി അതിനകത്ത്. അപ്പോൾ അതിൻ്റെ ഈ ഓയിൽ സീലും അതിൻ്റെ ഓറിങ് റോളറൊക്കെ മാറ്റിയിട്ടൊന്ന് ഗ്രീസ് ചെയ്തിടാം. അപ്പോൾ ആ ക്ലച്ചിൻ്റെ ഭാഗം ഓക്കെ ആയിക്കോളൂ കേട്ടോ. പിന്നെ ഈ വീലുകൾക്ക് ഇവിടെ ഹോളൊക്കെ ചെറുതായിട്ട് ഓവലായിട്ടുണ്ട്. തൽക്കാലം നമ്മളതിൻ്റെ പിന്നും റോളറും മാറ്റിയിടാം. പരമാവധി യൂസ് ചെയ്യാം. തീരെ പറ്റാണ്ടൊക്കെ ആയിട്ട് വീല് മാറ്റിയാൽ മതി. പിന്നെ ബെൽറ്റ് കൂടി മാറ്റാനുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. പിന്നെ നമ്മളത് കയറ്റി കഴിഞ്ഞപ്പോൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്തിരുന്നു. ഓയിൽ നോക്കുന്ന സമയത്ത് നമുക്ക് അതിനകത്ത് ഓയിൽ ലെവൽ ഏറ്റവും അടിഭാഗത്ത് മാത്രം കുറച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഒരല്പം ഓയിൽ നല്ല ഓയിലാണ്. അപ്പോൾ ഒരല്പം ടോപ്പ് അപ്പ് ചെയ്തിട്ടേക്കാം. കാരണം ഞാൻ ഓയിൽ ലെവൽ ഓൾറെഡി ഇച്ചിരി കുറവുണ്ട്. ഒരു 200 മില്ലിയുടെ അടുത്തൊക്കെ ഒന്ന് ടോപ്പ് അപ്പ് ചെയ്തേക്കാം. വേറെ പ്രശ്നങ്ങൾ ഇപ്പോൾ ജസ്റ്റ് വണ്ടി വർക്ക് ബെൽറ്റ് മാറ്റിയതിന് ശേഷം ഒന്ന് ഓടിച്ചു നോക്കാം. വേറെ പ്രത്യക്ഷത്തിൽ അങ്ങനെ വേറെ പ്രോബ്ലമായിട്ട് തോന്നണമൊന്നുമില്ല. അതായത് ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ബ്രേക്ക് ഒരു അല്പം കുറവുണ്ടാവും, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടേക്കാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരെ. വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുമ്പോൾ കോൺടാക്ട് ചെയ്യാം. ഓക്കെ.